ഹലോ മലയാളി മക്കളെ, വണക്കം. അപ്പം മോർണിംഗിൽ തന്നെ പണി കൊടുക്കുക എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ആരൊക്കെയാണ് PR വർക്ക് വെച്ചിട്ട് വന്നിരിക്കുന്നത്, ആർക്കൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത്ര ഇൻഫ്ലുവൻസ് ഉള്ളത് എന്നത് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരെ പറയുക എന്നാണ് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും സൗന്ദര്യം പറയാനുള്ളൂ. കാരണം സൗന്ദര്യം PR വർക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് സൗന്ദര്യക്ക് വല്ലാണ്ട് ഫീൽ ആവുകയും ചെയ്തു. അത് സൗന്ദര്യം തുറന്ന് പറയുകയും ചെയ്തു കേട്ടോ. കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് ആകണമെന്ന് വിചാരിക്കുമ്പം എന്തെങ്കിലും ഒരു വിഷയം ചെയ്യണം. അത് എല്ലാവരും ചെയ്യുന്നുണ്ട്, ഞാനത് പറയുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർ പറയുന്നില്ല. എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ അതേപോലെ തന്നെ നമ്മൾ ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ വരുവാണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെല്ലാം കളിച്ച് ജയിക്കാനല്ലേ ഇവിടെ വന്നിരിക്കുന്നത്, അല്ലാതെ വേറൊന്നിനും അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടി തന്നെ വേണമെന്ന് സൗന്ദര്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഗാർഡൻ ഏരിയയിൽ പോയി വിഷമിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്നെ ഇങ്ങനെ പറയുന്നത്, എല്ലാവരും ചെയ്യുന്നതല്ലേ ഞാനും ചെയ്തിട്ടുള്ളൂ. ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാവരും തള്ളിപ്പറയും എന്നുള്ളൊരു കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദീപക് പറയുന്നത് അങ്ങനെയാണ്, അതാണ് കളി, നമ്മൾ അതിനല്ലേ വന്നിരിക്കുന്നത്, പിന്നെ എന്തിനാണ് ഫീൽ ആവുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ ഷോപ്പിംഗ് ടാസ്ക് വരുന്നുണ്ട്. ഇനി ഷോപ്പിംഗ് ടാസ്ക് വേണ്ടേ? അപ്പം അതായത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ റൗണ്ട് ഉണ്ട്. അവിടെ മറ്റേ നമ്മുടെ റിഫ്ലക്ടറിൻ്റെ ഇതില്ലേ സിഗ്നൽ, അതേപോലത്തെ ചുറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ബോൾ തട്ടിയിട്ട് അത് തെറിപ്പിക്കണം എന്നുള്ളതായിരുന്നു ടാസ്ക്. മൊത്തം 6000 രൂപ പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചയ്ക്ക് അവർക്കത് ഫുഡ് കൂടുതലാണ് കേട്ടോ. എന്നിട്ട് അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഫാമിലി വീക്ക് കഴിഞ്ഞു, ഫിനാലെ കഴിഞ്ഞു. ഇനി എന്താണ് എക്സ് കണ്ടസ്റ്റൻസ് വരിക എന്നുള്ളതാണ്. അപ്പം അവർ വരുവാണ് കേട്ടോ. പക്ഷേ ഇതിൽ ഇച്ചിരി വെറൈറ്റി ആയിട്ടുണ്ട്. അതായത് അവരിവരോട് മത്സരിക്കാനാണ് വരുന്നത്. ചിലപ്പോൾ അതിൽ 2 പേരെ ഇവിടെ റീപ്ലേസ് ചെയ്ത് ഇവിടുന്ന് 2 പേരെ ഔട്ടാക്കാനും ചാൻസ് ഉണ്ടെന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇറങ്ങി കളിക്കുക എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറേ പ്ലാനൊക്കെ ഇടുകയാണ്. നമ്മളായിട്ട് കളിക്കുക, അതേപോലെ തന്നെ നമ്മൾക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഗെയിം നന്നായിട്ട് കളിക്കുക, അത് മാത്രമേ ഉള്ളൂ. അവർക്ക് ഇവിടെ ഒരു സ്ഥാനവും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞ് ഭയങ്കര പ്ലാനുകളൊക്കെ നടന്നാൽ കൊള്ളാം എന്ന് പറയുന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരാഴ്ച ഇനി ഒന്നും ചെയ്യാനായിട്ട് ഇല്ലല്ലോ. അപ്പം നമുക്ക് എൻ്റർടൈൻ ചെയ്യണം. നമ്മൾ പ്രേക്ഷകർക്ക് PR കൂടണം. അപ്പം TPR കൂടണമല്ലോ. അപ്പം നമുക്ക് എൻ്റർടൈൻ കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ അത് നല്ലതാണ്. എല്ലാ സീസണിലും വരുന്നതാണ് എക്സ് കണ്ടസ്റ്റൻസ് വരിക എന്നുള്ളത്. അപ്പോൾ പക്ഷേ മത്സരിക്കാനായിട്ടാണെന്ന് വരുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എനിവേ അതൊരു വെറൈറ്റി ആയിരിക്കാം. മത്സരിക്കട്ടെ, നമുക്കും കാണാനൊരു ഒരു രസം ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ എല്ലാ ബിഗ് ബോസിൻ്റെയും അവസാന ആഴ്ച വൻപിച്ച ശോകമായിരിക്കും കേട്ടോ. അപ്പം അത് കാണാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം ഇനി ഇവരെ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരവസരം തന്നാലോ എന്ന് ബിഗ് ബോസ് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഗാർഡൻ ഏരിയ വലിയൊരു ബോർഡ് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടത് സൈഡിൽ നമ്മുടെ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ് 1/2 ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് അവരുടെ ഫോട്ടോ. മുകളിലായിട്ട് എനിക്ക് തോന്നി ഇവരായിരിക്കും മേ ബി വരുന്നത്. അവരെയാണ് അവിടെ ഫോട്ടോ വെച്ചിരിക്കുന്നത്. വർഷിനി, സാച്ചന, രവീന്ദ്രൻ, അർണവ്, റിയ, സുനിത, അതേപോലെ ദർശ, ശിവകുമാർ, ഇത്രയും പേരുടെ ഫോട്ടോ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. കുറേ ടാഗ് ലൈൻ, അതായത് ക്യൂ കാർഡുകൾ അവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. അവർ റോസ്റ്റ് ചെയ്ത് വിടാം എന്നുള്ളതാണ്. പക്ഷെ ആ ബോർഡ് മാറ്റുന്നില്ല കേട്ടോ. കാരണം വരുന്നവർ ഇത് കാണണ്ടേ, കണ്ടാലല്ലേ ഇന്നയാൾ ഇന്ന കമൻറ്റ് ഇന്നാൾക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് ക്ലിയർ ആയിട്ട് അതിനകത്ത് വെച്ചിരിക്കുന്നത്. അതല്ലേ അവർക്കൊരു ആവേശം തോന്നിട്ടുള്ളൂ അല്ലേ. ഇത്രയും നാൾ നമ്മൾ വിചാരിച്ച ആളാണ് ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചിരിക്കുന്നത് എന്ന് തോന്നത്തുള്ളൂ. അപ്പം അർണവിനോടൊക്കെ ഒരു 2 ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ അരുൺ നിപ്പുണ്ട്. അതായത് നമ്മളെ സ്റ്റേജിൽ വെച്ച് ഭീഷണിപ്പെടുത്തി, നിനക്ക് സംസാരിക്കുന്നുള്ള മുഖത്ത് നോക്കി ഇവിടെ വെച്ച് സംസാരിച്ചിട്ട് പോകത്തില്ല എന്ന്. അതിനൊന്നും ധൈര്യമില്ലാതെ അവിടെ പോയിട്ട് നമ്മളെ വെല്ലുവിളിക്കുന്നു. വരുമ്പോഴേ അവനോട് അത് തുറന്ന് ചോദിക്കണം, നിനക്ക് എന്ത് പറയാനുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിട്ട് പോകും, അല്ലാതെ അവിടെ പോയിട്ട് വെളിയിൽ പോയി വലിയ ആൾ കളിക്കാതെ അത് ആർക്കും പറ്റൂ എന്നൊക്കെ പഞ്ചിടയിലൊക്കെ അടിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അരുണൊക്കെ ഇരിക്കുന്നത്. അരുണൊക്കെ തീ പാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണ്ടതിനെ അറിയാം തീ പാറുവോ അതോ അവർ തീ പാർക്കുവോ എന്നുള്ളത്. എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ആകെക്കൂടി സൗന്ദര്യയ്ക്ക് ഒരു ഡള്ളായിരുന്നു രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി. സൗന്ദര്യം ഡള്ളാക്കാനുള്ള പോലെ ആയ പോലെ നമുക്കും തോന്നുന്നുണ്ട്. PR വർക്ക് ചെയ്യാത്തവരാരും ഇല്ല അല്ലേ നമ്മൾ. അപ്പോൾ പിന്നെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഷോപ്പിംഗ് ടാസ്ക്, ഇതേപോലത്തെ 2-3 കുട്ടി ടാസ്കുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ നാളത്തെ എപ്പിസോഡിൽ എന്താണെന്നും അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം കേട്ടോ.